നമസ്കാരം, പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. മാർട്ടിൻ, മുരാരി ബാബുവിന്റെ വീരകഥകള്. മുരാരി ബാബു അത്ര ചില്ലറക്കാരനൊന്നുമല്ല. ഈ ഒരു സ്വർണ്ണ കവർച്ച കേസ് വരുന്ന സമയത്ത് മുരാരി ബാബുവിന് പല പ്രസ്താവനകളും പറഞ്ഞിരുന്നു. ആദ്യം തനിക്കിതൊന്നും അറിയില്ല എന്ന തരത്തിലുള്ള പ്രസ്താവനകളായിരുന്നു. ലാസ്റ്റ് ഇപ്പോൾ സ്വർണ്ണക്കള്ള കേസില് രണ്ടാമത്തെ പ്രതിയായിട്ട്, അതായത് ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിനെ അറസ്റ്റ് ചെയ്തു, കേസിലെ മുഖ്യപ്രതി. പിന്നീട് അറസ്റ്റ് ചെയ്തത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിട്ടുള്ള മുരാരി ബാബുവിനെയാണ്. എന്താണ് മുരാരി ബാബുവിന്റെ വീരകഥകളെ കുറിച്ച്? ഈ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്ന് പറഞ്ഞ പോലാണ് ഈ മുരാരി ബാബുവിന്റെ കാര്യം എന്ന് പറയുന്നത്. വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു 96 മുതൽ പുള്ളി ദേവസ്വം ബോർഡിലുണ്ട്. അതിനു മുമ്പ് പുള്ളി ദേവസ്വം ബോർഡിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് വാച്ചറായിട്ടാണ് പുള്ളി അവിടെ കയറുന്നത്. അതിനുശേഷം പുള്ളിക്ക് പോലീസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പോലീസിൽ കോൺസ്റ്റബിൾ പോസ്റ്റിൽ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് കണ്ണൂരോ മറ്റോ കണ്ടായിരുന്നു അതിന്റെ പോസ്റ്റിംഗ് അല്ല, അതിന്റെ ട്രെയിനിങ്ങിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഈ പോലീസിന്റെ കാര്യമല്ല, അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഭീകരമായിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും. അപ്പൊ അതിനൊന്നും താങ്ങാൻ പറ്റാതെ ഒന്നും പുള്ളി തിരിച്ചു വന്നത്. പിന്നീട് വീണ്ടും പുള്ളി ദേവസ്വം ബോർഡിൽ തന്നെ തിരിച്ചു കയറുക. അപ്പൊ പുള്ളിയുടെ ഒരു ബന്ധു മീൻസ് പുള്ളിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്ന അന്നത്തെ ഒരു ദേവസ്വം മന്ത്രി, അത് ഭാസ്കരൻ എന്ന് പറയുന്നത്, അങ്ങനെ മറ്റായിരുന്നു പേര്. പുള്ളിയുടെ ഒരു കെയർ ഓഫിലാണ് പുള്ളി അന്ന് ശബരിമലയിൽ കയറുന്നതും ദേവസ്വം ബോർഡിൽ കയറുന്നതും പിന്നീട് ക്ലർക്കാവുന്നതും പിന്നീട് ഉയർന്ന ഉദ്യോഗസ്ഥർ എത്തുന്നതും പുള്ളി അങ്ങനെയാണ്. അപ്പൊ ആ ഒരു വഴിക്കാണ് പുള്ളിയുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം ഇക്കാലയളവിലെല്ലാം പുള്ളി ഒന്ന് ഓർക്കണം, പുള്ളിയുടെ പിതാവ് പണ്ട് ഈ പലചരക്ക് കച്ചവടക്കാരനൊക്കെ ആയിരുന്നു, ചങ്ങനാശ്ശേരി പെരുന്നയില്. അപ്പം അവിടുന്നാണ് പുള്ളി തുടങ്ങുന്നത് തന്നെ. പിന്നീട് ഇതിന്റെ ഇടയ്ക്ക് NSSന്റെ തലപ്പത്ത് കഴിഞ്ഞ ദിവസമാണ് മാറ്റുന്നത്. ഈ ഒരു കേസ് വന്നതിന് ശേഷമാണ് മാറ്റുന്നത്. അപ്പം ഒന്ന് ഓർത്ത് നോക്കുക. അപ്പം ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഈ ഒരു ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഉന്നതിയിൽ എത്തണമെങ്കിൽ ചില്ലറ ഗട്ട്സ് ഒന്നും പോരാ. അതായത് ഒരു വാച്ചറായിട്ടാണ് തുടങ്ങുന്നത് ഓർക്കണം. അപ്പം അവിടെ നിന്ന് ഇത്രയും ഉയർന്നൊരു പൊസിഷനിലോട്ട് എത്തണമെങ്കിൽ ചില്ലറ ഗട്ട്സ് ഒന്നും പോരാ. അപ്പം അതിന് പിന്നിൽ തീർച്ചയായിട്ടും വലിയ ഇതുണ്ട്. അപ്പം മാത്രമല്ല, പുള്ളിയുടെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ പോലും അങ്ങനെയാണ് കാണിക്കുന്നത്. ഇപ്പം SIT സംഘം തീർച്ചയായിട്ടും പുള്ളിനെ സംശയനിഴലിൽ നിർത്തുന്നതിന്റെ അല്ലെങ്കിൽ പുള്ളിനെ കുറിച്ച് അന്വേഷിക്കുന്നതിന്റെ പ്രധാന കാരണം പുള്ളിക്കുണ്ടായ ഒരു വളർച്ച തന്നെയാണ്. അപ്പം ദേവസ്വം ബോർഡിൽ സാധാരണ ജീവനക്കാരനായിട്ട് തുടങ്ങിയ ഒരാൾ ഇത്രയും വലിയൊരു കോടിപതിയായി മാറണമെങ്കിൽ അത്രയും ഒരു ജീവനക്കാരൻ ഇത്രയൊക്കെ സാധിക്കുമോ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കഴിഞ്ഞിടയ്ക്കാണ് പുള്ളി ഒരു വീടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ചങ്ങനാശ്ശേരിയിൽ തന്നെ. പഴയ തറവാടിനടുത്ത് പുതിയൊരു വീടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു വീട്, അതായത് ഏതാണ്ട് തേക്കിൻ കൊണ്ടുള്ള ഒരു വലിയൊരു കൊട്ടാരം എന്ന് വേണമെങ്കിൽ പറയാം. ഫുൾ തേക്കിന്റെ തടി ഉപയോഗിച്ച് വലിയൊരു കൊട്ടാരം തന്നെ പുള്ളി പണിത് വെച്ചിട്ടുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടും ഇതിനോടകം തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് പുള്ളി ദേവസ്വം ബോർഡിൽ തന്നെ ഉദ്യോഗസ്ഥനായിരുന്ന സമയത്ത് തിരുനക്കര അമ്പലത്തിലാണെന്ന് തോന്നുന്നു ചില ജോലികളുമായിട്ട് ബന്ധപ്പെട്ട് തേക്കിൻ തടികൾ ആവശ്യപ്പെടുന്നുണ്ട്. കോട്ടയത്തെ നട്ടാശ്ശേരി അടുത്തുള്ള ഒരു ഇതുണ്ട്, വനം വകുപ്പിന്റെ ഒരു തേക്ക് കൂപ്പുണ്ട്. അപ്പം ആ കൂപ്പില് അമ്പലത്തിലേക്കുള്ള ആവശ്യത്തിനെന്ന് പറഞ്ഞ് തേക്കിൻ തടികൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത്രയും തടികൾ നൽകാനില്ല എന്നറിയിച്ചതോടെ പുള്ളി മറ്റൊരു വഴിക്ക് തേക്കിൻ തടി ഒപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അത്രയും തേക്ക് ഇവിടെ അമ്പലത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതും ഇപ്പൊ ഇതിനോടൊപ്പം തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കുക, എവിടെ നിന്നൊക്കെയാണ് പണം വരുന്നത്, എങ്ങനെയൊക്കെയാണ് പണം കൊടുക്കുക. ഇതിനിടയ്ക്ക് ഈ ഏറ്റുമാനൂർ അമ്പലത്തിലും തിരുനക്കര ക്ഷേത്രത്തിലും വൈക്കം ക്ഷേത്രത്തിലും എല്ലാം പുള്ളി ഇരുന്നിട്ടുണ്ട്. അപ്പം ഇവിടെ എല്ലാം ഈ ആന എഴുന്നള്ളിപ്പുമായിട്ട് ബന്ധപ്പെട്ടും പുള്ളിക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റിയും അന്വേഷണം നടക്കുന്നുണ്ട്. ഈ സമയത്തെല്ലാം പലപ്പോഴായിട്ട് പല മോഷണങ്ങളും നടന്നതായിട്ട്, പല തിരിമറികളും നടന്നതായിട്ട് ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ചെറിയൊരു പുള്ളിയല്ല, ഇത്രയും വർഷത്തിനിടയ്ക്ക് ഏതാണ്ട് 10-25 വർഷത്തിന് മുകളിലായിട്ട് ദേവസ്വം ബോർഡിൽ ഇരുന്നു കൊണ്ട് ആണ് പുള്ളി ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഓർത്ത് നോക്കണം. അപ്പം ഇതുപോലെ തന്നെ പറയാനുള്ളതാണ്, അടുത്ത ദേവസ്വം പ്രസിഡന്റ് ആകും എന്ന ഒരു രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന മുരാരി ബാബുവിന് ശരിക്കും അയ്യപ്പൻ കൊടുത്ത പണി തന്നെയാണ്. അയ്യപ്പന്റെ മുതല് കുറെ കാലമായിട്ട് കട്ടുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. അപ്പൊ അതിന് കൊടുത്ത ഒരു പണി തന്നെയാണ് അത്. അതിന് മുൻപായിട്ട് തന്നെ ഈ ഒരു സ്വർണ്ണക്കടത്ത് കേസും ഇങ്ങനെ ഒരു അറസ്റ്റും ഒക്കെ വന്നതല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ. അല്ലാതെ ഇപ്പം ഒരാളെങ്ങനെയാണ് ഇത്രയും കാലം തുടർച്ചയായിട്ട് കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ ഒരു നാൾ പിടിക്കപ്പെടുകയാണ്. അതായത് ഈ താനൊരിക്കലും പിടിക്കപ്പെടില്ല എന്ന് കരുതിയിടത്തുന്ന അയാളെ അപ്രതീക്ഷിതമായിട്ടാണ് പിടിക്കുന്നത്. നമ്മൾ ഈ കേസിന്റെ ആ ഒരു റൂട്ട് തന്നെ നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും. ആദ്യം ഇത് സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു തുടങ്ങുന്നിടത്തുനിന്നാണ് ഇതിന്റെ ഒരു ഇത് തുടങ്ങുന്നത്. ചെമ്പുപാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയെന്ന് പറയുന്നിടത്താണ് ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യത്തിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് തന്നെ.
അങ്ങനെ തുടങ്ങിയ ചോദ്യത്തിൽ നിന്ന് തുടങ്ങി തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് ആദ്യം അതെ ഇപ്പത്തെ ദേവസ്വം പ്രസിഡന്റ് വി എസ് പ്രശാന്ത് എന്നൊക്കെ പറഞ്ഞത്. അതെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് തൊട്ടടുത്ത് തന്നെ മുരാരി ബാബുവിന്റെ സ്റ്റേറ്റ്മെന്റും ഉണ്ടായിരുന്നു. അതെ ഇതിനെ വിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ഇതെല്ലാ സംഭവങ്ങളും അതെ സ്വർണ്ണക്കൊള്ളയിൽ വരെ എത്തി നിൽക്കുന്നതിന്റെ ഈ ഒരു കേസിന്റെ അതെ അപ്പൊ അതിന്റെ ഒരു ഗ്രാവിറ്റി ഒന്നും മനസ്സിലാകും. അത് 2019 സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇപ്പം 2025 ഏതാണ്ട് 6 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു കൊള്ള നടക്കുന്നത്. എന്നിട്ട് പോലും ഇത്രയും വർഷത്തിന് ശേഷം അയാൾ പിടിക്കപ്പെടുകയാണ്. കാരണം ഞാൻ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള ആത്മവിശ്വാസം അയാൾക്കുണ്ടായിരുന്നു. അതൊരു കള്ളന്റെ ആത്മവിശ്വാസമാണ്. ഒരു തലയിൽ അത്രത്തോളം ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരാളുടെ ആത്മവിശ്വാസമാണ് അത്. താൻ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് കരുതിയെടുത്തുന്ന അയാൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ NSSന്റെ തലപ്പത്ത് വരുന്നു. ഇനിയിപ്പോ അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സ്ഥാനത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നു. ആ സമയത്താണ് എന്താ പറയാ ഒരു അടി കിട്ടുന്നത് ഈ ഒരു സ്വർണ്ണക്കൊള്ള കേസ് ചുരുളടിയുന്നത്. അതാ പറഞ്ഞു ഇത്രയും വലിയൊരു നീണ്ടകാല ചരിത്രം കള്ളന്റെ ചരിത്രമുള്ളൊരു മനുഷ്യൻ തന്നെയാണ് അയാൾ. അപ്പൊ അതുകൊണ്ടാണ് അയാൾ വീണ്ടും ആത്മവിശ്വാസത്തോടെ തന്നെ അവിടെ തുടരാൻ തീരുമാനിച്ചതും താൻ ഇവിടെ നിന്നാൽ ഇനിയും കൂടുതൽ കക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ അയാൾ നിൽക്കുകയാണ്. ഓർത്തു നോക്കണം, ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായപ്പോൾ പോലും അയാൾ വളരെ ചങ്കുറപ്പോടെയാണ് നിന്നത്. ഇപ്പോഴും നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാകും അയാൾക്ക് യാതൊരുവിധ കൂസലും ഇല്ലാതാണ് അയാൾ നിൽക്കുന്നത്. അയാൾക്കറിയാം എവിടെ ഈ കേസ് ഏതൊക്കെ വഴിയിലൂടെ എത്തിച്ചേരും എന്നുള്ള ഒരു കാൽക്കുലേഷൻ കൃത്യമായിട്ടുണ്ട്. അതാ പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഇപ്പൊ ഇവന്മാർക്ക് തന്നെ അറിയാം ഇതെങ്ങനെയായിരിക്കും കേസ് എത്തിപ്പെടുക എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ അവർക്കുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം സ്വർണം കണ്ടെടുത്തു എന്ന് നമ്മൾ പറയുന്നു. അതിൽ പോലും നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ഇതാ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണമാണെന്ന് എങ്ങനെ മനസ്സിലാക്കും? കാരണം അത് ഓൾറെഡി ഉരുക്കി നാണയമാക്കിയിട്ടാണ് ഈ പറയുന്ന ഗോവർദ്ധന്റെ അടുത്ത് എത്തുന്നതും അയാൾ പിന്നീട് അത് സ്വർണ്ണ കട്ടിയാക്കി മാറ്റുന്നതും പിന്നീട് അയാൾ ഈ 6 വർഷം അയാൾ സ്വർണ്ണം അവിടെ തന്നെ വെച്ചോണ്ടിരിക്കല്ലോ. എന്നാലും മുരാരി ബാബു മാത്രമായിരിക്കില്ല അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു വലിയ സംഘം തന്നെയുണ്ട്. കാരണം അതിൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നിന്നുള്ള കുറച്ചും കൂടെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരും താഴെ കെട്ടിലുള്ളവരുമായിട്ടുള്ള ഒരുപാട് പേരടങ്ങിയ ഒരു പ്രത്യേക സംഘം എന്തായാലും തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും. കാരണം ഇവരെല്ലാം അവരെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതെ. കാരണം ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോയത് ഇയാൾ തന്നെയാണല്ലോ. കാരണം ഈ സ്വർണ്ണപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്തിയതും എല്ലാം ഇയാൾ തന്നെയാണ്. അപ്പൊ അതിന് മുന്നിൽ ഒരു ബുദ്ധി ഉണ്ടല്ലോ. ഇത് ഇങ്ങനെ എഴുതിയാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി കൃത്യമായ ഒരു ധാരണ അയാൾക്കുണ്ട്. അപ്പൊ അയാൾ അവിടെ നിന്ന് എല്ലാം കൃത്യമായി സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷമാണ് അയാൾ ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തിലോട്ട് എത്തിപ്പെടുന്നത്. ഈ 2019 സമയത്താണ് ഇയാൾ ഈ വീട് വെക്കുന്നത് എല്ലാ സമയത്താണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ ഏകദേശം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ്. അതെ, അതുകൊണ്ടാണ് SIT സംഘത്തിന് ഇങ്ങനെ സംശയം തോന്നുന്നതിന്റെ പ്രധാന കാരണവും ഒരു പുള്ളിയെ ലോക്കിട്ടതിന്റെ പ്രധാന കാരണം അതുകൊണ്ട് തന്നെയാണ്. കാരണം ഈ ഒരു സമയത്താണ് ഇത്രയും വലിയൊരു വീട് വെക്കുന്നത്. മാത്രമല്ല ഓർത്തു നോക്കണം എവിടെ നിന്ന് തുടങ്ങുന്ന ആളാന്ന് ഓർക്കണം. ചെറിയൊരു വാച്ചർ ജോലിയിൽ നിന്ന് തുടങ്ങുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ചെറിയൊരു ജോലിയിൽ നിന്ന് തുടങ്ങി ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് ഈ ഒരു ലെവൽ വരെ എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നിൽ ചില കഥകളികളുണ്ടെന്നുള്ളത് നാട്ടുകാർക്കും തോന്നും, അന്വേഷണ സംഘത്തിനും തോന്നും. ഇപ്പം അത് ഏതാണ്ട് തെളിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ആ സ്വർണ്ണം എങ്ങോട്ട് പോയി എത്ര രൂപ കിട്ടി എന്നതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. അതോടൊപ്പം തന്നെ ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട പല ക്രമക്കേടുകളും ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ടല്ലോ. അതിനെ കുറിച്ചും കൂടി അന്വേഷണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, ഉണ്ടാവണമല്ലോ. കാരണം നടന്നിട്ടുള്ളത് കഥകൾ കൂടി പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന പല തീർച്ചയായിട്ടും എന്തൊക്കെ പോയിട്ടുണ്ടെന്നുള്ളത് കൂടി അറിയില്ല. കാരണം ഈ ഹൈക്കോടതി തന്നെ തീരുമാനിച്ച ഒരു അമിക്കസ് ക്യൂറിയാണ് കഴിഞ്ഞ ദിവസം ശബരിമലയിലും എനിക്ക് പന്തളത്തും എല്ലാം പരിശോധനകൾ നടത്തിയിട്ടുള്ളത്. ഇനി എന്തൊക്കെ പോയിട്ടുണ്ടെന്ന് ആർക്കറിയാം? കാരണം അതിന്റെ റിപ്പോർട്ടുകൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. എനിക്കൊന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. അത് കണക്കെടുപ്പ് പൂർത്തിയായിട്ടില്ലെന്നാണ് എൻ്റെ ഒരു തോന്നല്. ഞാൻ വാർത്തയൊന്നും കണ്ടില്ല. പക്ഷേ അത് പൂർത്തിയായെങ്കിൽ മാത്രമാണ് ഇനി എന്തെല്ലാം പോയിട്ടുണ്ട്, എവിടെയെല്ലാം തിരിമറികൾ നടന്നിട്ടുണ്ടെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇയാളെ ഇത്രയും കാലം ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉന്നത സ്ഥാനത്ത് അയാളോട് ഇരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വലിയൊരു കള്ളത്തരങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം ഈ പറയുന്ന ക്ഷേത്രങ്ങളിലെല്ലാം ഈ പറയുന്ന ഏറ്റുമാനൂരും തിരുനക്കരയിലും വൈക്കത്തും എല്ലാം പോയിട്ട് ഇയാൾ ഈ കള്ളത്തരം എല്ലാം കാണിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ കണ്ണ് തീർച്ചയായിട്ടും അവിടെ പതിഞ്ഞിട്ടുണ്ട്. അയാളുടെ സംഘത്തിന്റെ കണ്ണവിടെ പതിഞ്ഞിട്ടുണ്ട്. അതിൽ വലിയ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട്, മോഷണം നടന്നിട്ടുണ്ട്. എന്തായാലും മുരാരിബാബുവിന്റെ കൂടെയുള്ള ആ ഗൂഢസംഘത്തെ ഉടനെ തന്നെ അന്വേഷണ സംഘത്തിന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അതിന് മറനീക്കി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കട്ടെ. അതെ, നമുക്ക് ആശ്വസിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും?